കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ന് രാജിവെക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒക്ടോബറിലെ തിരഞ്ഞെടുപ്പ് വരെ അദ്ദേഹത്തിന്റെ പകരക്കാരൻ ആരായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് ലോകം. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ 2013 മുതൽ തുടരുന്ന ലിബറൽ പാർട്ടി നേതാവ് സ്ഥാനം ഇന്ന് രാജിവെക്കുമെന്നാണ് സൂചന. ജനുവരി 20-ന് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിനും അതുപോലെ കാനഡയിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നിർണായക നീക്കവുമാണിത്. ഈ ആഴ്ച നടക്കാനിരിക്കുന്ന ഒരു പ്രധാന ദേശീയ കോക്കസ് മീറ്റിംഗിന് മുന്നോടിയായി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി പ്രഖ്യാപിച്ചേക്കുമെന്ന് കാനഡ ആസ്ഥാനമായുള്ള ദി ഗ്ലോബ് ആൻഡ് മെയിൽ 3 സ്രോതസ്സുകളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 53-കാരനായ ട്രൂഡോയ്ക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും പിന്തുണ നഷ്ടപ്പെടുകയും ഒരു പടലപ്പിണക്കം, അതായത് കോക്കസ് കലാപം തന്നെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും മോശമായ പൊതുജനാഭിപ്രായ സർവേകൾ ഫലങ്ങളും നേരിടുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ പിയറി പോയിലിവ്രെയുടെ കൺസർവേറ്റീവുകൾ വൻ വിജയത്തിൽ ലിബറൽ പാർട്ടിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് ഉറപ്പാണ്. പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം പാർട്ടിയെ നയിക്കാൻ യോഗ്യനായ വ്യക്തി താനാണെന്ന് അദ്ദേഹം കരുതാത്തത് കൊണ്ടല്ല, മറിച്ച് കോക്കസ് തന്റെ പിന്നിലല്ല എന്ന നിഗമനത്തിൽ ട്രൂഡോ എത്തിയതുകൊണ്ടാണ് എന്ന് ട്രൂഡോയുമായി കോൺടാക്റ്റ് ഉള്ള ദി ഗ്ലോബ് ആൻഡ് മെയിൽ ഉദ്ധരിക്കുന്ന സ്രോതസ്സുകളിലൊന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം ഒക്ടോബറിൽ കാനഡയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ട്രൂഡോ രാജിവെച്ചാൽ അടുത്ത 4 വർഷത്തേക്ക് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തെ നേരിടാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപിക്കാൻ ഒരു അതിവേഗ തെരഞ്ഞെടുപ്പിനുള്ള പുതിയ ആഹ്വാനങ്ങൾക്ക് അത് പ്രചോദനമാകും. ഒന്ന് ചിന്തിക്കേണ്ട കാര്യം കൂടിയുണ്ട്. ഈ വർഷം ഒക്ടോബറിൽ കാനഡയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ട്രൂഡോ രാജിവെക്കുകയാണെങ്കിൽ അടുത്ത 4 വർഷത്തേക്ക് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തെ നേരിടാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് സ്ഥാപിക്കാൻ ഒരു അതിവേഗ തിരഞ്ഞെടുപ്പിനുള്ള പുതിയ ആഹ്വാനങ്ങൾക്ക് അത് വഴിവെക്കും. ശരിക്കും കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനം ട്രൂഡോ രാജിവെക്കുമോ? 2013-ൽ ട്രൂഡോ ലിബറൽ പാർട്ടി നേതാവായി ചുമതലയേറ്റ ഏകദേശം 12 വർഷത്തിനു ശേഷമാണ് നേതൃമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും വരുന്നത്. പാർട്ടി കടുത്ത പ്രശ്നത്തിൽ അകപ്പെടുകയും ഹൗസ് ഓഫ് കോമൺസിൽ ആദ്യമായി 3-ാം സ്ഥാനത്തേക്ക് താഴുകയും ചെയ്ത സമയം. ലിബറൽ പാർട്ടി നേതാവ് സ്ഥാനത്ത് നിന്ന് ട്രൂഡോ രാജിവെക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഉടൻ പോകുമോ അതോ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ പ്രധാനമന്ത്രിയായി തുടരുമോ എന്നത് ഇനിയും വ്യക്തമല്ല. 2024 ഡിസംബർ 31-ലെ നാനോസ് റിസർച്ചിൽ നിന്നുള്ള ഒരു സർവേ പ്രകാരം കൺസർവേറ്റീവുകൾ 26 പോയിന്റിൽ മുന്നിലാണ്. കൺസർവേറ്റീവിന്റെ പിന്തുണ 46.6% വോട്ടെടുപ്പ് കാണിക്കുന്നുമുണ്ട്. അതായത് ഈ വർഷം കാനഡ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ട്രൂഡോയ്ക്കുള്ള ജനപിന്തുണ അത്ര നല്ല രീതിയിലല്ല എന്നാണ് വ്യക്തമാകുന്നത്. ട്രൂഡോ ഇന്ന്, അതായത് ജനുവരി 6, 2025-ന് രാജിവെക്കുകയാണെങ്കിൽ ലിബറൽ പാർട്ടിക്ക് 2 ഓപ്ഷനുകൾ ഉണ്ടാകും. ഒന്ന്, ദേശീയ കോക്കസിന്റെ ശുപാർശയിൽ ഒരു ഇടക്കാല നേതാവിനെ നിയമിക്കുക എന്നതാണ്. രണ്ടാമത്തേത്, ഗവർണർ ജനറൽ മേരി സൈമണിനോട് ഒരു ഷോർട്ട് ആയിട്ടുള്ള അഥവാ ഒരു ചുരുങ്ങിയ നേതൃമത്സരം നടത്താൻ ട്രൂഡോയ്ക്ക് അഭ്യർത്ഥിക്കാം. ഇതിൽ ഏത് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ട്രൂഡോ രാജിവെച്ചാൽ പകരം ആര് എന്ന ചോദ്യമാണ് ഇനി. ഇടക്കാല നേതാവും പ്രധാനമന്ത്രിയുമായി ചുവടുവെക്കാൻ തയ്യാറാണോ എന്ന് ട്രൂഡോ അടുത്തിടെ ധനമന്ത്രി ഡൊമിനിക് ലെബ്ലാങ്കുമായി ചർച്ച നടത്തിയതായി ഗ്ലോബ് ആൻഡ് മെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ലെബ്ലാങ്ക് നേതൃത്വത്തിലേക്ക് വരുന്നത് അത്ര ഉചിതമല്ല എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. അതിനിടയിൽ തന്നെ ഇടക്കാല നേതാവിനുള്ള മുൻഗണനയ്ക്ക് പല MP-മാരും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ആൽബർട്ട ലിബറൽ ജോർജ് ചാഹൽ തന്റെ കോക്കസ് സഹപ്രവർത്തകർക്ക് അഭ്യർത്ഥനയുമായി ഒരു കത്ത് എഴുതിയിരുന്നു. ഇതോടൊപ്പം ഇതും ചേർത്ത് വായിക്കേണ്ടതാണ്. ശരിക്കും ട്രൂഡോയുടെ പിന്തുണ നഷ്ടപ്പെട്ടു എന്നതാണ് വാസ്തവം. 2024 ഡിസംബർ 31-ന് പുറത്തിറക്കിയ നാനോസ് റിസർച്ചിന്റെ ഏറ്റവും പുതിയ സർവേ പ്രകാരം ഭരണകക്ഷിയായ ലിബറൽ പാർട്ടിയേക്കാൾ കൺസർവേറ്റീവുകൾക്ക് 26 പോയിന്റ് കൂടുതലുണ്ട്. വോട്ടെടുപ്പിൽ കൺസർവേറ്റീവിന് പിന്തുണ 46.6% എന്നുമാണ് സൂചന. ഈ സംഖ്യകൾ ഇങ്ങനെ നിലനിർത്താൻ കൺസർവേറ്റീവുകൾക്ക് സാധിക്കുകയാണെങ്കിൽ അടുത്ത ഹൗസ് ഓഫ് കോമൺസിൽ സൂപ്പർ മെജോറിറ്റിക്ക് എത്താവുന്ന ഒരു ലെവൽ തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. ഇതുകൂടാതെ കഴിഞ്ഞ വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഒരു വോട്ടെടുപ്പിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ആങ്കസ് റീഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡിനെ നേതാവാക്കിയാൽ കൺസർവേറ്റീവുകൾക്ക് ഒരു വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഹൗസ് ഓഫ് കോമൺസിലെ 153 ലിബറൽ പാർട്ടി MP-മാരിൽ പകുതിയിലധികം, കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ 100-ലേക്ക് അടുക്കും, അത്രയും പേർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കനേഡിയൻ പ്രധാനമന്ത്രി കടുത്ത പ്രതിസന്ധിയിലാണ് എന്ന് ഉറപ്പാണ്. ഇനിയുള്ള നീക്കങ്ങളും നിർണായകമാണ്. കാനഡയുടെ ഭാവി മാറിമറിയാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല.